ഹലോ ഫ്രണ്ട്സ്, വാണ്ടറേഴ്സ് ഫീസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും അതിനെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടുള്ള ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഹുമയൂണിന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് മ്യൂസിയത്തിലേക്കാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും വെറും 50 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ സന്ദർശിക്കാവുന്നതാണ്. ചരിത്രവും സാങ്കേതിക വിദ്യയും അതിശയിപ്പിക്കുന്ന ലൈറ്റിങ്ങുമെല്ലാം ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുവാനായി കഴിവതും വീഡിയോയുടെ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. മ്യൂസിയത്തിന്റെ പ്രധാന കവാടത്തിലൂടെയാണ് ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ മുഗൾ കാലഘട്ടത്തിന്റെ ശൈലി മനോഹരമായി കാണാം. ഇവിടെ വച്ചിരിക്കുന്ന ഓരോ മോഡലിനും ഓരോ ചിത്രത്തിനും പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഏകദേശം ഒരു 500-ൽ പരം ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂസിയത്തിലേക്ക് വരുന്നവർ വെറുതെ ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും പഠിക്കുവാനും ശ്രമിക്കുക. ചരിത്രത്തെക്കുറിച്ച് വെറുമൊരു പുസ്തകം മാത്രം വായിക്കുമ്പോൾ ലഭിക്കുന്ന അറിവ് ഒരുപക്ഷെ എന്നും നമുക്ക് ഓർമ്മിച്ചു വയ്ക്കുവാൻ സാധിക്കണമെന്നില്ല. എന്നാൽ അതേസമയം ഇതുപോലെ ഒരു മ്യൂസിയമാണ് നമ്മൾ സന്ദർശിക്കുന്നതെങ്കിൽ കാര്യങ്ങളെല്ലാം നേരിട്ട് കാണുമ്പോൾ അത് ശരിക്കും നേരെ നമ്മുടെ മനസ്സിലേക്കായിരിക്കും പതിയുന്നത്. ഓരോ വസ്തുവിനും സമീപമായി അതിന്റെ വിശദീകരണവും വളരെ വ്യക്തമായി തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ മണിക്കൂറുകളോളം ചെലവഴിക്കാം. ഈ മ്യൂസിയത്തിനുള്ളിൽ ചരിത്ര പ്രാധാന്യമുള്ള പഴയ രേഖകളും നാണയങ്ങളും ആയുധങ്ങളും കലാസൃഷ്ടികളും കല്ലിൽ കൊത്തിയ ശില്പങ്ങളുമെല്ലാം വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ഡിജിറ്റലായിട്ടുള്ള അവതരണങ്ങളാണ്. ലൈറ്റ് പ്രൊജക്ഷൻ, 3D മോഡലുകൾ, ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേകൾ ഇതെല്ലാം ചേർന്ന് ചരിത്രത്തെ ജീവനോടെ കാണിക്കുന്ന ഒരു അനുഭവം. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇവിടം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കൾക്കും പിന്നിലുള്ള ഒരു ചരിത്രം, ഓരോ നിർമ്മിതിക്കും പിന്നിലുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലെ ജീവിത രീതിയും സംസ്കാരവും കലയും ഇവിടെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം വളരെ ലളിതമായി മനസ്സിലാക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ചെറിയ കൊത്തുപണികൾ മുതൽ വലിയ കെട്ടിടങ്ങളുടെ മാതൃകകൾ വരെ വളരെ കൃത്യതയോടെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിയത്തിൽ നടക്കുമ്പോൾ ഒരിടത്തും തിരക്കോ ബഹളമോ ഒന്നും അനുഭവപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എനിക്ക് അതിനുള്ളിൽ കാണാൻ കഴിഞ്ഞത്. ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനോ ഇതിനുള്ളിൽ നിരോധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ശില്പങ്ങളിലോ മറ്റു വസ്തുക്കളിലോ സ്പർശിക്കുന്നത് ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ദൂരത്തിന്റെ പരിമിതികൾ കാരണം ഇവിടെ വന്ന് ഇത് സന്ദർശിക്കാൻ കഴിയാത്ത എന്റെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിക്കാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ ചരിത്രത്തിനും പിന്നിലുള്ള കഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നേരിട്ട് കണ്ടും വായിച്ചുമൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് ചരിത്രപ്രധാനമായ ഹുമയൂൺ ടോംബിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിനോദസഞ്ചാരത്തിനായി ഡൽഹിയിലേക്ക് വരുന്നവരിൽ പലരും പ്രശസ്തമായ സ്ഥലങ്ങൾ മാത്രം സന്ദർശിക്കാറാണ് പതിവ്. പക്ഷേ അവയിൽ നിന്നും അല്പം വ്യത്യസ്തമായ ശാന്തവും അറിവും അനുഭവമെല്ലാം ഒരുമിച്ച് നൽകുന്ന ഒരു സ്ഥലമാണ് ഈ മ്യൂസിയം. ചരിത്രം ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും ഇവിടെ വന്നാൽ അതിഷ്ടപ്പെടാൻ തുടങ്ങും. വ്യക്തിപരമായി എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വൃത്തിയും ക്രമീകരണവും സന്ദർശകർക്ക് നൽകിയിരിക്കുന്ന സൗകര്യങ്ങളുമാണ്. എവിടെയും തിരക്കനുഭവപ്പെടാതെ സുഖമായി നടന്ന് ഓരോ ഭാഗവും കാണാൻ സാധിക്കുന്നു. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ അതുമല്ല ഇനി ഒറ്റയ്ക്കാണ് നിങ്ങൾ വരുന്നതെങ്കിലും തീർച്ചയായും മനോഹരമായ ഒരു ഓർമ്മയാണ് ഈ മ്യൂസിയം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഒരു നല്ല മ്യൂസിയത്തിന്റെ ലക്ഷണം കാണുന്നവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഈ മ്യൂസിയം 100% വിജയിച്ചു എന്ന് തന്നെ പറയാം. സാധാരണയായി മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ പഴയ വസ്തുക്കൾ ഗ്ലാസിനുള്ളിൽ വച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്നായിരിക്കും പലരുടെയും ധാരണ. എന്നാൽ ശരിക്കും അതിന്റെ സത്യാവസ്ഥ അതല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ വലിയ രീതിയിലുള്ള ഡിജിറ്റൽ സ്ക്രീനുകൾ കാണാൻ കഴിയുന്നതാണ്. ആ സ്ക്രീനുകളിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഡൽഹി,
മുഗൾ ഭരണകാലം, കൊട്ടാരങ്ങൾ, പൂന്തോട്ടങ്ങൾ ഇവയെല്ലാം ചലിക്കുന്ന ചിത്രങ്ങളായി നമ്മുടെ മുന്നിൽ ജീവിക്കുന്നു. ഒരു നിമിഷത്തേക്ക് നമ്മളും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് പോലെ തോന്നും. ഇവിടെയുള്ള ലൈറ്റ് പ്രൊജക്ഷനുകൾ വെറും അലങ്കാരത്തിനായി മാത്രമുള്ള ഒന്നല്ല. ഈ മ്യൂസിയത്തിന്റെ പല സ്ഥലങ്ങളിലും ചെറിയ മോഡലുകൾ ഉപയോഗിച്ച് ഹുമയൂണിന്റെ ശവകുടീരം എങ്ങനെ നിർമ്മിക്കപ്പെട്ടു, എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തത് എന്നിവ വളരെ മനോഹരമായി വിശദീകരിച്ചിരിക്കുന്നു. ആ മോഡലുകൾ കാണുമ്പോൾ യഥാർത്ഥ നിർമ്മാണം എത്ര മഹത്തായിരുന്നുവെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ മനോഹരമായ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.